നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആദ്യമേ വരുന്നത്. നമുക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല, അതിലേക്ക് കണക്ക്. കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ വീടിനടുത്തുള്ള ഭൂഗർഭ ജലസംഭരണിയിൽ വീണുപോയ 6 വയസ്സുകാരൻ ഈസ എന്ന കൊച്ചുമിടുക്കൻ്റെ വേർപാടിൽ നാടും വീട്ടുകാരുമെല്ലാം വിങ്ങിപ്പൊട്ടുന്നു. കുടുംബത്തിൻ്റെ ഏക ആൺതാരമായിരുന്നു ഇസ. ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അവൻ. എല്ലാ പരീക്ഷയിലും 20-ൽ 20 മാർക്ക് വാങ്ങിയിരുന്നു. പിതാവ് അൽ ബഷീർ അൽ സഹീർ വിതുമ്പലോടെ പറയുന്നു. അലൈനിലെ തൻ്റെ വീടിനടുത്തുള്ള മൂടി തുറന്നുവച്ച സുരക്ഷയില്ലാത്ത 2 ഭൂഗർഭ ജല ടാങ്കുകളിൽ ഒന്നിൽ കളിക്കുന്നതിനിടെ ഈസ അബദ്ധത്തിൽ വീണതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാദേശിക പള്ളിയിലെ ഇമാമും ഖുർആൻ അധ്യാപകനുമായ അൽ ബഷീർ ആ ദുരന്ത ദിനം ഓർത്തെടുക്കുന്നത് കടുത്ത വേദനയോടെയാണ്. അസർ നമസ്കാരം കഴിഞ്ഞ് അവനെ നോക്കിയിരുന്നു. പള്ളിക്ക് പുറത്ത് ഇളയ സഹോദരിയോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു. ഖുർആൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവർ മുറ്റത്തുണ്ടെന്ന് ഉറപ്പുവരുത്തി ഞാൻ ഗേറ്റ് അടച്ചിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഭാര്യയുടെ കരച്ചിൽ കേട്ട് ഞെട്ടിപ്പോയി. എൻ്റെ ഈസ പോയിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന സത്യമറിഞ്ഞത്. മൂടിയിടാത്ത ടാങ്കുകളിലൊന്നിൽ മകൻ ഒലിച്ചിറങ്ങി പോയിരിക്കുന്നു. തുറന്നുകിടന്ന ആ വലിയ ദ്വാരത്തിലൂടെ ചെറിയൊരു കുട്ടിയാണെങ്കിൽ എളുപ്പത്തിൽ വീണുപോകാം. വേലി ഉണ്ടായിരുന്നെങ്കിലും ഗേറ്റുകൾ തുറന്നു കിടന്നതാകാം കാരണം. 4 വയസ്സുകാരിയായ സഹോദരി മറിയമാണ് ടാങ്കിനടിയിൽ പൊങ്ങിക്കിടക്കുന്ന സഹോദരനെ ആദ്യം കണ്ടത്. നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തിയ അയൽക്കാരാണ് ഈസയെ പുറത്തെടുത്ത് സഹായത്തിനായി വിളിച്ചത്. പാരാമെഡിക്കുകൾ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലെത്തി അവൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ ലോകം തകർന്നുപോയി. മറ്റൊരു മാതാപിതാക്കൾക്കും ഈ വേദന ഏറ്റുവാങ്ങേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈസ സ്വർഗത്തിൽ സുഖമായിരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ അദ്ദേഹം ഇങ്ങനെ പങ്കുവെക്കുകയാണ് തൻ്റെ മകനുമായിട്ട്. അതായത് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന പോലെയാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കണ്ടിട്ടൊന്ന് അകത്തേക്ക് പോയതേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ എന്നേക്കും ആ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന ഒരു വാർത്ത. സത്യത്തിൽ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വളരെ ഒരു വിഷമം ഉണ്ടാകുന്നു. മാത്രമല്ല നമുക്കും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ഒക്കെ ചെയ്യുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട് എപ്പോഴും. എന്തായാലും ഈസയ്ക്ക് ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു വാർത്തയിലേക്ക് കടക്കുകയാണ്. സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ മംദാനിയുടെ സൊഹ്റാൻ മംദാനിയുടെ വിവാഹ ആഘോഷങ്ങൾക്ക് വേദിയായത് ദുബായ്. 2024 ഡിസംബറിലായിരുന്നു ഈ മംദാനിയുടെ വിവാഹം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപായിരുന്നു ഇത്. സിറിയൻ സ്വദേശി റാമ ദൌജിയുമായുള്ള വിവാഹ ചിത്രത്തിൽ ദുബായ് നഗരത്തിന്റെ സൗന്ദര്യമാണ് പശ്ചാത്തലം. തീർത്തും സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത്. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മംദാനിയുടെ വിവാഹ ചിത്രം ദുബായിലെ കൂടുതൽ പ്രചരിക്കുന്നുമുണ്ട്. പ്രാദേശിക പത്രമാണ് വിവാഹ വിശേഷ വാർത്തയാക്കിയിരിക്കുന്നത്. UAE-യിൽ അടുത്ത ദിവസങ്ങളിലും കാലാവസ്ഥ പൊതുവെ സ്ഥിരമായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം NCM അറിയിച്ചു. ഈ മാസം 12-ാം തീയതി വരെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ കുറവായുള്ള ഈ സ്ഥിതി തുടരുക. മധ്യ പടിഞ്ഞാറൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ അവസ്ഥയും ചില പ്രദേശങ്ങളിൽ നേരിയ പൊടിക്കാറ്റും അനുഭവപ്പെടാൻ സാധ്യത. പ്രത്യേകിച്ച് തീരദേശ ഉൾനാടൻ മേഖലകളിൽ പുലർച്ചെ ഈർപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 10 മുതൽ 30 കിലോമീറ്റർ വരെ നേരിയതോ മിതമോ ആയിരിക്കും. അതേസമയം അറബിക്കടലിലും ഒമാൻ കടലിലും കടൽക്ഷോഭം കുറവായിരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ആഴ്ചയുടെ തുടക്കത്തിൽ താപനിലയിൽ നേരിയ കുറവ് ഉണ്ടാകുമെങ്കിലും ബുധനാഴ്ചയോടെ ക്രമേണ ഉയർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 കുടുംബ വർഷമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പ്രഖ്യാപിച്ചു. ദേശീയ കുടുംബ വളർച്ച നയം 2031 ഭാഗമായാണ് പ്രഖ്യാപനം. UAE-യുടെ ഭാവി കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇന്ന് UAE ഗവൺമെന്റ് വാർഷിക യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തു. അതിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെയും ഭാവിയിലെയും വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ള ദീർഘകാല തന്ത്രപരമായ കാഴ്ചപ്പാടും ദേശീയ ചട്ടക്കൂടുമായി ദേശീയ കുടുംബ വളർച്ചാ നയം 2031 ഞങ്ങൾ അംഗീകരിച്ചു. കുടുംബം രാജ്യത്തിന്റെ ശക്തിയുടെയും സമൃദ്ധിയുടെയും ആണിക്കല്ലാണ്. അതിന്റെ വളർച്ചയും സ്ഥിരതയും ഫലപ്രാപ്തിയുമാണ് സമൂഹത്തിന്റെ സുസ്ഥിര ഉറപ്പാക്കാൻ കാരണമാകുന്നത്. അതൊരു പൊതു ഉത്തരവാദിത്വം കൂടിയാണ്. ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന UAE-യുടെ ഭാവി കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്നാണ് തലമുറകൾ വളർന്നു വരുന്നത്. അതിലൂടെയാണ് നമ്മുടെ സംസ്കാരവും മൂല്യവും ഈ സ്വത്വവും നാം സംരക്ഷിക്കുന്നത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അഭിപ്രായപ്പെട്ടു. തീർച്ചയായും കുടുംബം തന്നെയാണല്ലോ എല്ലാത്തിന്റെയും ചട്ടക്കൂട്, അല്ലെങ്കിൽ കുടുംബം തന്നെയാണല്ലോ എല്ലാത്തിന്റെയും ഉറവിടവും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനത്തിന് തുടക്കമായി. ശനിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം അബുദാബിയിലെത്തിയത്.
ബദീൻ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ, വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി, ലുലു ഗ്രൂപ്പിംഗ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ, പ്രവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരാണ് സ്വീകരിച്ചത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A ജയതിലക് തുടങ്ങിയവർ മുഖ്യമന്ത്രിയുടെ സംഘത്തിലുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി UAE സഹിഷ്ണുത മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെ സന്ദർശിക്കും. ഞായറാഴ്ച വൈകിട്ട് അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബിൽ നടക്കുന്ന മലയാളോത്സവത്തിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. അബുദാബിയിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തിരിച്ചുപോകും. ദുബായിൽ ഡിസംബർ 1 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അന്ന് വൈകിട്ട് ദുബായിലെ ഓർമ്മ കേരളോത്സവ വേദിയിൽ പൗരാവലിയെ അഭിസംബോധന ചെയ്യും. UAE സന്ദർശനത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം പൂർത്തിയാകും. സൗദി അറേബ്യ കൂടി സന്ദർശിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നും ഇതുവരെ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല എന്നും പറഞ്ഞു. UAE-യിൽ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പുതിയ വമ്പൻ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നു. 120 കിലോമീറ്റർ നീളത്തിലുള്ള 12 വരി പാത നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രതിദിനം 3.6 ലക്ഷം പേർക്ക് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അടുത്തിടെ പ്രഖ്യാപിച്ച 1700 കോടി ദിർഹത്തിന്റെ ദേശീയ റോഡ് ഗതാഗത നിക്ഷേപ പദ്ധതിയുടെ ഭാഗമായാണ് ദേശീയപാത നിർമ്മാണം പരിഗണിക്കുന്നത്. അബുദാബിയിൽ നടന്ന UAE ഗവൺമെന്റ് വാർഷിക യോഗത്തിലാണ് ഊർജ്ജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹൈൽ അൽ മസൂരി ഈ റോഡ് പാക്കേജ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പദ്ധതി 2030 പൂർത്തിയാകാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലെ പ്രധാന പാതകളും വികസനവും നിർദ്ദേശിക്കപ്പെട്ട പുതിയ പാത അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ UAE-യുടെ 4ാമത്തെ എമിറേറ്റ്സ് അതിർത്തി പാതയായി ഇത് മാറും. നിലവിലുള്ള 3 പ്രധാന ഫെഡറൽ റൂട്ടായ E11 അൽ ഇത്തിഹാദ്, E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, E611 എമിറേറ്റ് റോഡ് എന്നിവയ്ക്കൊപ്പം പുതിയ പാതയും ഉണ്ടാകും. ഈ 3 പാതകളിലൂടെ നിലവിൽ ദുബായിക്കും വടക്കൻ എമിറേറ്റുകൾക്കുമിടയിൽ പ്രതിദിനം 8,50,000-ലധികം വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. പുതിയ ഹൈവേയുടെ നിർമ്മാണത്തിന് പുറമെ നിലവിലുള്ള 3 ഫെഡറൽ ഹൈവേകളിൽ പ്രധാന നവീകരണങ്ങളും വിപുലീകരണങ്ങളും നടക്കുന്നുണ്ട്. ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും UAE-യുടെ ജനസംഖ്യ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുമാണ് ഈ വികസനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഫെഡറൽ റോഡ് ശൃംഖലയുടെ കാര്യക്ഷമത 73% വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി അൽ മസൂറി പറഞ്ഞു. സമഗ്രമായ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ഓരോ ദിശയിലുമുള്ള ലൈനുകളുടെ എണ്ണം നിലവിലുള്ള 19 നിന്ന് 33 ഉയർത്തും. അൽ ഇത്തിഹാദ് റോഡ് E11 ഈ റോഡ് 6 ലൈനുകൾ ഓരോ ദിശയിലും 3 കൂട്ടി വീതി കൂട്ടും. ഇതോടെ ശേഷി 60% വർദ്ധിപ്പിച്ച് 12 ലൈനുകളായി മാറും. എമിറേറ്റ് റോഡിന്റെ ഒരു മാറ്റമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായ ദൈർഘ്യത്തിൽ 10 ലൈനുകളായി വികസിപ്പിക്കും. ഇത് ശേഷിച്ച 67% വർദ്ധിപ്പിക്കുകയും യാത്രാ സമയം 45% കുറയ്ക്കുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിന്റെ മാറ്റം എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ ഇതും 10 ലൈനുകളായിട്ടാണ് വികസിപ്പിക്കുന്നത്. ഇതോടെ ശേഷി 45% വർദ്ധിക്കും. ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരം എമിറേറ്റ്സ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. 750 ദശലക്ഷം ദിർഹം ചെലവ് വരുന്ന ഈ ജോലികൾ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ദുബായിയെ വടക്കൻ എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഫെഡറൽ റൂട്ടുകളിലെ ഗതാഗത കുരുക്ക് ഏറെക്കാലമായി ഒരു പ്രധാന പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം ഈ ഹൈവേകളിൽ പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും ഇത് ജീവനക്കാരുടെ ആഴ്ചയിൽ 20 മണിക്കൂറും മാസത്തിൽ 80 മണിക്കൂറും വർഷത്തിൽ 1000 മണിക്കൂറും പാഴാക്കുന്നുണ്ട് എന്നും ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം ഡോക്ടർ അംദാൻ ഹമ്മദ് അൽ ഹമ്മാദി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ പുതിയ പാതകൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. നിലവിലുള്ള അന്തർ എമിറേറ്റ്സ് ഹൈവേകൾ മെച്ചപ്പെടുത്തുന്നതിനും ഫെഡറൽ പ്രാദേശിക തലങ്ങളിൽ പുതിയ റൂട്ടുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള പഠനങ്ങൾ മന്ത്രാലയം നടത്തിവരികയാണെന്ന് മന്ത്രി അൽ മസ്റൂയി അറിയിച്ചു. ഗതാഗതം സുഗമമാക്കാനും സമഗ്ര വികസനത്തെ പിന്തുണയ്ക്കാനും UAE സെഞ്ചുറി 2071 പദ്ധതിക്ക് അനുസരിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയുന്ന സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ശ്രമങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും അത്തരമൊരു സുസ്ഥിരമല്ലാത്തൊരു കാലാവസ്ഥ ഈ മാസം 12 വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വാർത്തകളൊക്കെ തന്നെ വരുന്നത്. ജാഗ്രതയോടെ പോവുക. ഒപ്പം അടുത്ത ദിവസം നമുക്ക് UAE-യിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്, മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഏതായാലും നമസ്കാരം. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം.